കാറിൽ നിന്നിറങ്ങിയതും ദേവു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ചേച്ചിയമ്മേ, ഞാൻ ചേച്ചിയമ്മേനെ ഒരുപാട് മിസ് ചെയ്തു. ഞാനും ദേവുട്ടാ. അവളെ ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിക്കുമ്പോഴും എൻ്റെ കണ്ണ് വസുദേവിൻ്റെ മുഖത്തായിരുന്നു. ആ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. ദേവുവിനെ കണ്ട ഭാവം നടിക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ദേവുവിൻ്റെ മുഖം വാടി. അപ്പോഴേക്കും അമ്മയും അച്ഛനും ഇറങ്ങി വന്നു. ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അകത്തേക്ക് കയറി. മുറിയിലെത്തിയപ്പോൾ ആൾ ബാത്റൂമിലാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി കട്ടിലിലേക്കിരുന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കട്ടിലിൻ്റെ താഴെ ചെരുപ്പ് ഊരിയിട്ടിരിക്കുന്നു. അത് നോക്കി ചിന്തിച്ചിരിക്കുന്നതിനാൽ വാതിൽ തുറന്ന് വസു വന്നത് ഞാൻ അറിഞ്ഞില്ല. എന്താ വാസുകി, തനിക്കും വേണോ അതുപോലൊരു ചെരുപ്പ്? എൻ്റെ ചിന്തകൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഭയന്ന് ഞെട്ടിപ്പിടഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അല്ല, ചെരുപ്പ് ഊരിയിടുന്ന പതിവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിക്കി. അത് ഊരിയിടാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് തനിക്കറിയാമോ? ഞാൻ ഇല്ലെന്ന് തലയാട്ടി. ഈ മുറിയിൽ ഓരോ വസ്തുവിലും എൻ്റെ നോട്ടം എത്താറുണ്ട്, എല്ലായ്പ്പോഴും. താൻ ഈ മുറി വൃത്തിയാക്കിയ ദിവസം ഞാൻ ആദ്യം തിരഞ്ഞത് എൻ്റെ ഡയറി ആയിരുന്നു. ഇടയ്ക്കിടെ ഞാൻ അത് തുറന്നു നോക്കാറുണ്ട്. കുഞ്ഞു വസുവിൻ്റെ വികലമായ ചിന്തകളിലൂടെ ഇടയ്ക്കിടെ സഞ്ചരിക്കാറുണ്ട്. ആരെയും ഉള്ളിലേക്ക് കയറ്റാതെ ഞാൻ സൂക്ഷിച്ച നിധിയായിരുന്നു വാസുകി. എൻ്റെ ഉടൽ വിറച്ചു. ഞാനത് വായിച്ചത് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന ഭയം, അതൊരു മര്യാദയല്ലായിരുന്നു എന്ന കുറ്റബോധം, അങ്ങനെ ഒരുപാട് ചിന്തകൾ എന്നിൽ കടന്നുകൂടി. വസുദേവ് തുടർന്നു. ആ ഡയറിയിൽ എൻ്റെ കണ്ണുനീർ വീണ് മാഞ്ഞുപോയ ചില അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾക്കും എൻ്റെ കണ്ണീരിനും മുകളിൽ വീണ്ടും കണ്ണുനീർ വീണതായി ഞാൻ കണ്ടു. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ ആവശ്യം ഇനി ഈ മുറിയിൽ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ മുന്നിൽ കൂടി ആത്മവിശ്വാസം നിറഞ്ഞ പുഞ്ചിരിയോടെ ഏന്തി നടക്കുന്ന വാസുവിനെ കണ്ട് ഞാൻ അമ്പരന്നു. എനിക്ക് ഒരേയൊരു വർഗത്തിൻ്റെ മുന്നിൽ മാത്രമേ ഇങ്ങനെ നടക്കാൻ സാധിക്കൂ. അത് എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിലാണ്. ഇപ്പോൾ താനും അതിൽ ഒരു അംഗമാണ് കേട്ടോ. ഓ, വലിയ ഉപകാരം. തേപ്പ് കിട്ടിയ ശേഷം കെട്ടിയ പെണ്ണിന് കേൾക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല 10 വാഗ്ദാനങ്ങളിൽ ഒന്ന്. അരിശത്തോടെ ഞാൻ ആത്മഗതിച്ചു. എന്താ വാസുകി താൻ ആലോചിക്കുന്നത്? അത് എനിക്ക് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വസുദേവ് അത്ഭുതത്തോടെ എന്നെ നോക്കി. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് മറുപടിയൊന്നും പറയാതെ പുറത്തേക്കിറങ്ങി. വസു അതിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ആളുടെ രാജകീയ വരവ്. മുഖത്തൊരു സന്തോഷമുള്ളതുപോലെ തോന്നി. എടോ, താൻ പറഞ്ഞ കാര്യം ഞാൻ മനുവിനോട് ഡിസ്കസ് ചെയ്തു. അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രാക്ടീസ് ശരിയാക്കാമെന്നാണ് അവൻ പറയുന്നത്. തനിക്ക് സമ്മതമാണോ? 100 വട്ടം സമ്മതം. പണ്ടായിരുന്നെങ്കിൽ അമിതമായ സന്തോഷം വന്നാൽ എൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് കൂട്ടുകാരെ കെട്ടിപ്പിടിച്ചു കൊണ്ടാകും അത് പ്രകടിപ്പിക്കുക. ഇപ്പോൾ കെട്ടിയിട്ടും കെട്ടിപ്പിടിക്കാൻ യോഗമില്ല. മനസ്സിൻ്റെ മന്ത്രം അല്പം ഉറക്കെയായിപ്പോയി. എന്നെ രൂക്ഷമായി നോക്കിയ വസുവിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നിന്ന് ഞാൻ ഉരുകി. ആ മുഖത്തെ ശാന്തത മാറി. സ്വരം കടുത്തു. വാസുകി, തൻ്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് ഇന്ന് തന്നോട് അല്പമെങ്കിലും മര്യാദ കാണിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അത് നീ ഉപയോഗപ്പെടുത്തുന്നു എന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ നിന്റെ സ്ഥാനം ഈ മുറിക്ക് പുറത്തായിരിക്കും, ഓർമ്മയിരിക്കട്ടെ. അത് പറഞ്ഞും കൊണ്ട് ഒരു കൊടുങ്കാറ്റുപോലെ അയാൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. കൂടം കൊണ്ട് തലയിൽ ഒരു അടി കിട്ടിയതുപോലെ തോന്നി എനിക്ക്. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും എത്രയൊക്കെ വേദനിപ്പിച്ചാലും വസുവിൻ്റെ പ്രണയം കൊതിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടെന്ന് ആദ്യമായി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ആ സത്യം എൻ്റെ കണ്ണുകളെ ഈറനണിയിപ്പിച്ചു. എങ്കിലും തോൽക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴും രാത്രി അത്താഴം കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോഴും വസുവിൻ്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു. വസുദേവിൻ്റെ വാക്കുകൾ തീർത്ത ചൂളയിൽ എൻ്റെ ആത്മാഭിമാനം നീറിപ്പുകഞ്ഞുകൊണ്ടേയിരുന്നു. വസുദേവ്, എൻ്റെ അച്ഛനോട് നിങ്ങൾക്ക് തോന്നിയ ബഹുമാനവും സ്നേഹവും ഞാൻ കാരണം നഷ്ടപ്പെടില്ല. പക്ഷേ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ അവൾ നിങ്ങളുടെ രീതികൾ പുറത്ത് വിളിച്ചു പറയുമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇനി ഒരിക്കൽ കൂടി ഈ മുറിക്ക് പുറത്തേക്ക് എന്നെ ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തരുത്. അഥവാ അങ്ങനെ ഇറക്കി വിട്ടാലും അതെനിക്കൊരു വേദനയല്ല വസുദേവ്. ഒരു വിവാഹ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നിഷേധിക്കപ്പെട്ട എനിക്ക് അതിലും വലിയ നഷ്ടം ഒന്നും വരാനില്ല. പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ലാത്ത ഒരിടം ഈ മുറിയിൽ ഞാൻ സ്വന്തമാക്കിയാൽ കാലം എത്ര കഴിഞ്ഞാലും അർത്ഥമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ആത്മാഭിമാനത്തെ ഇനി ഒരിക്കലും ചോദ്യം ചെയ്യരുത്.
എന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന വസുദേവനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഞാൻ പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് തലയിണയിൽ മുഖമമർത്തി. അതിശക്തമായൊരു തേങ്ങൽ എൻ്റെ തൊണ്ടക്കുഴിയിൽ കയ്പ് പടർത്തി. തലയിണയിൽ നനവ് പടർന്നിറങ്ങി. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ മനു എത്തി. ഞാൻ കരഞ്ഞു വീർത്ത കൺപോളകൾ അമർത്തി തുടച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി. കണ്ടു പരിചയമില്ലാത്ത ഒരു രൂപം പോലെ. പ്രകാശമില്ലാത്ത കണ്ണുകൾ, സന്തോഷമില്ലാത്ത പുഞ്ചിരി. എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല. ഓരോ വിവാഹങ്ങളും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോ കഥകളാണ്. മറ്റാർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത കഥകൾ. കുളി കഴിഞ്ഞ് ചീപ്പിൽ നിന്നും കൊഴിഞ്ഞ മുടികൾ വിരലിൽ ചുറ്റിയെടുത്ത് ചവറ്റുകുട്ടയിലിട്ടു. സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ടുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ പിന്നാലെ വന്ന വസുവിൻ്റെ നെഞ്ചിലേക്ക് മുഖമിടിച്ചു. ആദ്യമായി എൻ്റെ ചുണ്ടുകൾ ആ നെഞ്ചിലമർന്നു. പെട്ടെന്നുണ്ടായ ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹം പിന്നോട്ട് മറിഞ്ഞതും ഞാനൊരു നിലവിളിയോടെ ഇടംകൈ കൊണ്ട് വീഴാതെ ചുറ്റിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം അകന്നു മാറി. എനിക്ക് അടിവയറ്റിൽ അഗ്നി പടരും പോലെ തോന്നി. മുഖം താഴ്ത്തി കട്ടിലിൽ നിന്നും ഷോൾ വലിച്ചെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുനിയവേ പിന്നിൽ നിന്നും ആജ്ഞ വന്നു. ഡി, ഒന്ന് നിന്നേ, വാ ഇവിടെ, ഇത് തുടച്ചിട്ട് പോയാൽ മതി. വസു വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ എനിക്ക് ഉള്ളിൽ ചിരി പൊട്ടി. നെഞ്ചിൽ പടർന്ന സിന്ദൂരമാണ് വിഷയം. തനിയെ തുടച്ചാൽ എന്താ? ഞാൻ ദേഷ്യം ഭാവിച്ചു. നിന്നോട് പറഞ്ഞത് ചെയ്താൽ മതി. വീണ്ടും ആജ്ഞ. മുഖത്ത് ഗൗരവം. രാവിലെ തന്നെ കോലാഹലം സൃഷ്ടിക്കണ്ട എന്ന് കരുതി ഞാൻ അടുത്തേക്ക് ചെന്നു. ആ നെഞ്ചിൽ വിരൽ തൊട്ടപ്പോൾ എൻ്റെ ശ്വാസത്തിൻ്റെ വേഗതയേറി. വിരലുകൾക്ക് പകരം കൈവെള്ള കൊണ്ട് അമർത്തി തുടയ്ക്കവേ വസുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് ഞാൻ അറിഞ്ഞു. കണ്ണുകൾ തമ്മിലുടഞ്ഞു. എൻ്റെ മൂക്കിൻ തുമ്പിൽ വിയർപ്പ് പൊടിഞ്ഞു. ഈ നിമിഷം ഒരിക്കലും അവസാനിക്കരുതെന്ന് തോന്നിപ്പോയി എനിക്ക്. മതി, പോയി റെഡിയാകാൻ നോക്ക്. കടുത്ത സ്വരം എന്നെ ഉണർത്തി. മുറിയുടെ വാതിൽ കടന്നതും അമ്മയും ദേവും എന്നെ അമ്പരപ്പോടെ നോക്കി നിന്നതും ഞാൻ അറിഞ്ഞില്ല. മോളെന്താ സ്വപ്നം കാണുവാണോ? അച്ഛൻ്റെ സ്വരമാണ് സ്വപ്നലോകത്തിൽ നിന്നും എന്നെ ഉണർത്തിയത്. ചേച്ചിയമ്മയുടെ തലയിലെങ്ങാനും ചേട്ടൻ അടിച്ചോ? ദേവു സങ്കടത്തോടെ എന്നെ നോക്കി. ഞാൻ സ്വയം മറന്നു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദേവുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു നെറുകയിൽ ചുംബിച്ചു. അത് കണ്ട് അച്ഛനും അമ്മയും കണ്ണു തുടച്ചു. എന്താ ഇവിടെ ഒരു പൊട്ടിച്ചിരി? ഇവൾക്ക് വട്ടായോ? അലറും പോലെയായിരുന്നു വസുദേവിൻ്റെ ചോദ്യം. അപ്രതീക്ഷിതമായ ആ കടന്നുവരവിൽ ദേവു ഞെട്ടി എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു വയറിൽ മുഖമമർത്തി. അതെ, ആയി. നിങ്ങളുടെ കൂടെയല്ലേ ജീവിതം? എന്തോ ചികിത്സിക്കാൻ കൊണ്ടുപോവാണോ? ആണെങ്കിൽ നിങ്ങളും കൂടെ പോര്, ഒരു കൂട്ടാകുമല്ലോ. ആ ഉത്തരം തീരെ പ്രതീക്ഷിച്ചില്ല. അച്ഛനും അമ്മയും ചിരിയോടെ മുഖം താഴ്ത്തി. അമ്മയ്ക്കെന്താ ഇത്ര ചിരി? എല്ലാവരും കൂടി ഒത്തോണ്ടാണല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. അല്ലെങ്കിലും പണ്ടും ഇങ്ങനെയായിരുന്നല്ലോ. അമ്മയെ നോക്കിയൊന്ന് പറഞ്ഞതെങ്കിലും എല്ലാവരുടെയും മുഖമൊന്ന് മങ്ങി. വസു, അച്ഛൻ ശാസനയോടെ വിളിച്ചു. അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ചാടിത്തുള്ളി പുറത്തേക്കിറങ്ങിയ വസു മനുവിനെ കണ്ടപ്പോൾ ശാന്തനായി. പത്രം മടക്കി വെച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. എന്താടാ നിന്റെ പ്രശ്നം? വീടാകുമ്പോൾ ചിരിയും ബഹളവും ഒക്കെ വേണ്ടേ? വേണ്ട. മനുവിനോട് മുഖം വീർപ്പിച്ചുള്ള ആ പോക്ക് കണ്ട് എനിക്ക് ചിരി വന്നു. ഞങ്ങൾ രണ്ടുപേരും കാറിൻ്റെ അടുത്ത് നിന്നിട്ടും അരിശം തീർക്കാൻ എന്ന പോലെ ഹോൺ നീട്ടി അടിച്ചുകൊണ്ടിരുന്നു വാസു. തലവേദനിക്കുന്നു, ഒന്ന് നിർത്ത്. എൻ്റെ സ്വരമുയർന്നു. വസു, മതി. മനു കൂടി പറഞ്ഞതോടെ നിർത്തി. യാത്ര നീളെ മനു അവിടുത്തെ സാഹചര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എൻ്റെ സുഹൃത്താണ് വൈഷു. വൈഷ്ണവ് വിശ്വനാഥൻ എന്നാണ് പേര്. അവനും വക്കീലാണ്. അച്ഛൻ വിശ്വനാഥ് പാലാഴി. വലിയ ഓഫീസാണ്. 45 ജൂനിയർമാരുണ്ട്. എളുപ്പമല്ല കയറിപ്പറ്റാൻ. എന്തായാലും അദ്ദേഹത്തെ ഒന്ന് കാണാം. വൈഷു അവിടെ കാത്തു നിൽക്കും. കാറ് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുറ്റത്തെത്തി. 4 കെട്ട് മോഡൽ വലിയ തറവാട്. അതിൻ്റെ വളപ്പിൽ തന്നെ ആധുനിക ഡിസൈനിൽ തീർത്ത ഓഫീസ്. വലിയ പുൽത്തകിടി താണ്ടി കാറ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു. മനുവിനെ കണ്ടതും സുമുഖനായ ചെറുപ്പക്കാരൻ ഓടിയിറങ്ങി വന്നു. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു വിശേഷങ്ങൾ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ വാസുകി. ഇത് വസുദേവ്. ഹായ് വാസുദേവ്. വൈഷ്ണവ്. ഇരുവരും ഹസ്തദാനം ചെയ്തു. വരൂ, അകത്തേക്കിരിക്കാം. നീലിമ, 3 പേർക്ക് ചായ എടുത്തോളൂ. അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു. ദാ വരുന്നു ഏട്ടാ. അല്പം കഴിഞ്ഞു നീലിമ ചായ കപ്പിലേക്ക് പകരുമ്പോൾ വീടിൻ്റെ അലങ്കാരപ്പണികൾ ശ്രദ്ധിക്കുകയായിരുന്നു വാസുകി. വാസുകി, ഇതാണ് എൻ്റെ ഭാര്യ നീലിമ. തിരിഞ്ഞു നോക്കിയ താൻ ഞെട്ടിപ്പോയി. നീലു. ഒരൊറ്റ പാച്ചിലിന് നിലവിളിയോടെ വാസുകിയെ കെട്ടിപ്പുണർന്നു നീലിമ. എങ്ങനെയുണ്ട് മോളെ എൻ്റെ സർപ്രൈസ്? നിന്റെ ദൈവത്തിനെ കണ്ടെത്തി തരുമെന്ന വാക്ക് നിന്റെ ഭർത്താവ് പാലിച്ചിരിക്കുന്നു.
നാടകീയമായ രംഗങ്ങൾ കണ്ട് സ്തംഭിച്ചിരിക്കുകയായിരുന്നു വസുദേവും മനുവും.